ഇണങ്ങാത്ത ടാർസൻ. നോവൽ. രചന എഡ്ഗാർ റൈസ് ബറോസ്. വിവർത്തനം സുരേഷ് എം. ജി. ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. കൊള്ളയും കൊലയും. കാട്ടിലെ പ്രസന്നതയില്ലാത്ത ഇരുണ്ട ഒറ്റയടിപ്പാതയിലൂടെ ഹോഫ്മാൻ ഫ്രിറ്റ്സ് സ്നീഡർ മുന്നോട്ടു നീങ്ങി. അയാൾ വല്ലാതെ ക്ഷീണിതനായിരുന്നു. തലയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വിയർപ്പ് കവിളിലും കഴുത്തിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അയാളോടൊപ്പം അയാളുടെ ലഫ്റ്റനന്റുമുണ്ടായിരുന്നു. അണ്ടർ ലഫ്റ്റനന്റ് വോൺ ഗോസ് അവർക്ക് പുറകിലായിരുന്നു. അയാൾക്കും പുറകിൽ കുറച്ച് കറുത്ത പടയാളികളുണ്ടായിരുന്നു. തങ്ങളുടെ വെള്ളക്കാർ ഓഫീസർമാരുടെ മാതൃക പിന്തുടർന്ന് ഈ പടയാളികൾ ഒപ്പമുള്ള അടിമകളെ തോക്കിന്റെ പാത്തി ചൂണ്ടിയും കത്തി കാണിച്ചും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ അടിമകളും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഹോഫ്മാൻ സ്നീഡർക്ക് സമീപം പോർട്ടർമാരൊന്നുമില്ലായിരുന്നു. അതിനാൽ ആ പ്രഷ്യക്കാരൻ തന്റെ കോപം ഏറ്റവും അരികിലുള്ള പടയാളിക്ക് മുകളിൽ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാണത് ചെയ്തത്. ആ ആഫ്രിക്കൻ കാടുകളിൽ അപ്പോൾ വെള്ളക്കാരായി അവർ 3 പേർ മാത്രമേ ഉള്ളൂ എന്നതും പടയാളികളുടെ പക്കൽ തോക്കുണ്ടായിരുന്നു എന്നതുമാണതിന് കാരണം. കമ്പനിയുടെ പാതിയും ഹോഫ്മാന് മുന്നിലായിരുന്നു, ശേഷിച്ചവർ പുറകിലും. അങ്ങനെ ആ ജർമ്മൻ ക്യാപ്റ്റന് കാട്ടിൽ നേരിടേണ്ടി വരുമായിരുന്ന അപായങ്ങൾ അവർ മിക്കവാറും ഇല്ലാതാക്കിയിരുന്നു. സംഘത്തിന്റെ ഏറ്റവും മുന്നിൽ നഗ്നരായ 2 കാട്ടുവാസികളായിരുന്നു. അവരുടെ കഴുത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു. കുൾട്ടൂറിന്റെ സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശികരായ 2 വഴികാട്ടികളാണിവർ. അവരുടെ ശരീരത്തിൽ കുൾട്ടൂറിന്റെ അടയാളം ക്രൂരമായി മുദ്ര ചെയ്തിരുന്നു. അവരുടെ ശരീരമാസകലം അടികൊണ്ട പാടുകളുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇരുണ്ട ആഫ്രിക്കയിലും ജർമ്മൻ സംസ്കാരം സ്വയം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. 1914 ശരത്കാലത്തിൽ സംഭവിച്ചതുപോലെ ഒന്നിനും അർഹതയില്ലാത്ത പ്രാദേശികരിലാണ് ഇതും പ്രതിഫലിച്ചത്. അതേ കാലത്താണല്ലോ അജ്ഞരായ ബെൽജിയത്തുകാർക്കുമേൽ അത് അതിന്റെ ശ്രേഷ്ഠമായ പ്രഭാപൂരം ചൊരിയാൻ ആരംഭിച്ചത്. ആ വഴികാട്ടികൾക്ക് വഴിതെറ്റിയെന്നത് സത്യം തന്നെ. മിക്കവാറും ആഫ്രിക്കൻ വഴികാട്ടികൾക്കും ഇത് സംഭവിക്കാറുള്ളതാണ്. ഇത്തരം പരാജയങ്ങൾക്ക് കാരണം അറിവില്ലായ്മയാണെന്നതും അല്ലാതെ അങ്ങനെ വഴിതെറ്റിക്കാനായി വഴിതെറ്റിക്കുന്നതല്ലെന്നും സത്യമായിരിക്കാമെങ്കിലും ആ സത്യത്തിനൊരു വിലയുമില്ലായിരുന്നു. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താൻ വഴിതെറ്റി അലയുകയാണെന്ന് ഹോഫ്മാൻ ഫ്രിറ്റ്സ് സ്നീഡർക്ക് മനസ്സിലായി എന്നതാണ് കാര്യം. അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് തന്നോടൊപ്പമുള്ള തന്നോളം അധികാരമോ കരുത്തോ ഇല്ലാത്തവരാണ്. 2 കാരണങ്ങൾ കൊണ്ടാണവർ അവരെ കൊന്നുകളയാതിരിക്കുന്നത്. അവർ ഒരുപക്ഷേ തന്നെ ഈ വൈഷമ്യങ്ങളിൽ നിന്ന് പുറത്തു കടത്തുവാനുള്ള വഴി കണ്ടെത്തിയേക്കും എന്ന നേരിയ പ്രതീക്ഷയായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത്, അവരിൽ ജീവനുണ്ടെങ്കിൽ ഇനിയും അവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കാം എന്നതും. എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും തങ്ങൾക്ക് ശരിയായ പാതയിലെത്താനാകും എന്ന പ്രതീക്ഷയിൽ ആ പാവങ്ങളും അവർക്ക് വഴിയറിയാമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവരെ കാട്ടിലെ വളഞ്ഞുകിടക്കുന്ന ഒറ്റയടിപ്പാതയിലൂടെ കാട്ടുമൃഗങ്ങളുടെ അനേകം തലമുറ നടന്നു നീങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അതുവഴിയാണ് ടാൻഡർ എന്ന ആന ശരീരത്തിലെ പൊടിയൊക്കെ കഴുകാനും ഇത്തിരി വെള്ളം കുടിക്കാനും പോകാറുള്ളത്. അതുവഴിയാണ് ബൂട്ടോ എന്ന കാണ്ടാമൃഗം കണ്ണടച്ചു പിടിച്ച് താൻ ഇവിടുത്തെ രാജാവെന്ന മട്ടിൽ പോകാറുള്ളത്. അതുവഴിയാണ് കാട്ടിലെ വലിയ പൂച്ചകൾ രാവിൽ സ്വരമൊന്നുമുണ്ടാക്കാതെ കാടിനപ്പുറത്തുള്ള സമതലത്തിലേക്ക് നീങ്ങാറുള്ളത്, നായാട്ടിനായി പോകാറുള്ളത്. ഈ സമതലത്തിനരികിലെത്തിയപ്പോൾ വഴികാട്ടികളുടെ കണ്ണൊന്ന് വികസിച്ചു. പുതുപ്രതീക്ഷയാൽ അവരുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഹോഫ്മാൻ ഒന്ന് നിശ്വസിച്ചു. ദിവസങ്ങളോളം ഇടതൂർന്ന കാട്ടിലൂടെ പ്രതീക്ഷയൊന്നുമില്ലാതെ സഞ്ചരിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തുന്നത്. നിറയെ പുല്ലുള്ള ഒരു മൈതാനം. അവിടവിടെ ഓരോ മരങ്ങളുണ്ട്. ആ മൈതാനത്തിനപ്പുറത്ത്
Sample complete. Ready to continue?